ഓം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം യാം വേദവ്യാസായ നമഃ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ. മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. ഓം ബാലരവിദ്യുതിമിന്ദുകിരീടാം തുംഗകുജം നയനത്രയയുക്താം സ്മേരമുഖിം വരദാങ്കുശപാശാം ഭീതിഹരാം പ്രഭജേത ഭുവനീശിം. അരുണകിരണജാലേ രഞ്ജിതാസാവകാശ വിധൃതജപവടീകാ പുസ്തകാവേദഹസ്ത അഭയവരകരാഢ്യാബുല്ലകൽഹാരസംസ്ഥ നിവസത് ഹൃദി ബാലാ നിത്യകല്യാണശീല. ജാലാകരാളമത്യുഗ്രം നശേഷാസുരസൂദനം തൃശൂലം പാതിനോ ഭീതേർഭദ്രകാളീ നമോസ്തുതേ. കാളി കാളി മഹാകാളീ ഭദ്രകാളീ നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ബാലാർക്കായിത തേജസം ത്രിഭുവന പ്രക്ഷോഭകം സുന്ദരം സുഗ്രീവാദിസമസ്തവാനരഗണൈ സംസേവ്യ പാദാംബുജം നാദേനൈവ സമസ്തരാക്ഷസഗണാൻ സന്ത്രാസയന്തം പ്രഭും ശ്രീമദ് രാമപദാംബുജസ്മൃതിരതം ധ്യായാമി വാതാത്മജം. ഓം ഖം ഹനുമതേ നമഃ. ഓം രാം രാമായ നമഃ. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഓം രാം രാമായ നമഃ. അനേകം രാമായണങ്ങൾ ഈ ലോകമെമ്പാടും വളരെ മുൻപ് മുതൽക്ക് തന്നെ പ്രചരിക്കപ്പെട്ട് പോന്നിരുന്നു. ഈയിടയ്ക്ക് വളരെ പ്രസിദ്ധമായ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു സങ്കേതമാണ് ഇന്തോനേഷ്യയിലെ രാമക്ഷേത്രം. നമ്മുടെ ഭാരതം എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമല്ല, അത് വിട്ടിട്ടും ഭാരതമുണ്ടായിരുന്നു എന്ന്, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ വിസ്തൃതമായിരിക്കുന്ന അന്തരീക്ഷം പ്രകടമാക്കിക്കൊണ്ടാണ് ഇന്നത്തെ ഭാരതത്തിൽ നിന്ന് പുറത്തും ഈ രാമക്ഷേത്രങ്ങളും രാമകഥകളും രാമൻ്റേതായിട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ പ്രചരിക്കുന്നു എന്ന് കാണുന്നു. രാമൻ എന്ന് പറയുമ്പോൾ സാർവലൗകികമായിരിക്കുന്ന ഒരു ഈശ്വര ഭാവം എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് സ്വീകരിക്കാം. ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായിട്ട് ഏതൊരു ബ്രഹ്മത്തെയാണോ നാം ചിന്തിക്കുന്നത്, ഈശ്വരനെയാണോ ചിന്തിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പേരാണ് രാമൻ. രകാരം കൊണ്ട് അഗ്നിയെ സൂചിപ്പിക്കുമ്പോൾ അഗ്നിസദൃശമായിരിക്കുന്നൊരു സംസ്കാരം നമുക്ക് വേണം. അജ്ഞാനത്തെ ദൂരീകരിക്കുന്ന, അതിനെയെല്ലാം തന്നെ കത്തിച്ച് കളയുന്നൊരു അഗ്നി നമ്മളിൽ ഉണ്ടായിരിക്കണം. ഏതൊരു അഗ്നിയാണോ യഥേതാംസ്യ സമിദ്ധാഗ്നേർ ഭസ്മസാൽ കുരുതേ അർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാൽ കുരുതേ തഥാ എന്ന് ഗീതയിൽ പറയുന്ന പോലെ ആ ജ്ഞാനാഗ്നി തന്നെയാണ് രകാരം. ആ രകാരം മാത്രമല്ല മകാരവും. മ എന്ന് പറയുമ്പോൾ അമൃതം എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് വരുമ്പോൾ ജ്ഞാനാമൃതം. ഏതൊരറിവാണോ നമ്മളെ ജ്ഞാനിയാക്കി തീർക്കുന്നത്, ആ ഏതൊരു ജ്ഞാനമാണോ നമുക്ക് അമൃതത്തെ പ്രദാനം ചെയ്യുന്നത്, ഏതൊരു ജ്ഞാനമാണോ മോക്ഷത്തിന് ഹേതുവായിട്ടിരിക്കുന്നത്, ആ ജ്ഞാനത്തിൻ്റെ പ്രതീകമായിട്ട് രാമനെ കണ്ടേ മതിയാവും. ഇനി രാമൻ്റെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ആമുഖം കുറിക്കുന്ന രീതിയിൽ ഈ രാമനെപ്പറ്റി നമുക്ക് വാതോരാതെ പറയാൻ അനേകം കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി ഉമാമഹേശ്വര സംവാദ രൂപത്തിൽ നാം വായിക്കുന്ന അധ്യാത്മരാമായണമാണ്. അധ്യാത്മരാമായണം രചിച്ചത് വേദവ്യാസര് എന്ന് പറയുന്നു. ആ വേദവ്യാസരുടെ മൂലംകൃതി സംസ്കൃതത്തിലുള്ളത് മലയാളീകരിച്ച് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നമുക്ക് ഇട്ടു എന്നതാണ് ഇപ്പോൾ കർക്കിടക മാസത്തിൽ ഈ രാമായണ മാസാചരണ വേളയിൽ നാം എല്ലാവരും തന്നെ വായിച്ച് ആസ്വദിക്കുന്നത്. അധ്യാത്മരാമായണം എന്നുള്ള പ്രയോഗത്തിലൂടെ തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഈ രാമായണം കൊണ്ട് നമുക്ക് ആധ്യാത്മികത വർദ്ധിച്ചേ മതിയാവൂ. ആധ്യാത്മികത എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന രീതിയിലുള്ള ചപ്പടാച്ചികളല്ല, ഇന്ന് കാണുന്ന രീതിയിലുള്ള കോലാഹലങ്ങളും അലങ്കോലങ്ങളുമല്ല, ഇന്ന് കാണുന്ന രീതിയിലുള്ള ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങളുമല്ല, ആർഭാടങ്ങളുമല്ല. അപ്പോൾ എല്ലാ തരത്തിലും ആധ്യാത്മികത എന്ന് പറയുന്ന ഉള്ളിൽ തട്ടി ഉണർന്ന ആത്മഭാവത്തിൻ്റെ സവിശേഷമായിരിക്കുന്നൊരു പ്രകടനമാണ്. നാമത്തിൻ്റെ മാഹാത്മ്യമെല്ലാം തന്നെ വിളിച്ചോതുന്ന വാൽമീകി രാമായണം ജനിപ്പിച്ചത് അല്ലെങ്കിൽ സൃഷ്ടിച്ചത് മാനിഷാദ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ രാമായണം, അധ്യാത്മരാമായണം 24,000 ശ്ലോകങ്ങളുള്ള
ബൃഹത്തായിരിക്കുന്ന ഇതിഹാസത്തിൻ്റെ ജനയിതാവ് വാൽമീകി എന്ന് പറയുന്ന ആദികവി, ആ കവിശ്രേഷ്ഠൻ ആദി കാവ്യത്തിന് ജന്മം കൊടുത്തത് അരുതേ കാട്ടാള എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പോൾ രാമായണം ഏത് രീതിയിലുള്ളതായാലും, ആനന്ദരാമായണമായാലും അധ്യാത്മരാമായണമായാലും കമ്പരാമായണമായാലും തുളസീദാസൻ്റേതായാലും വാൽമീകിയുടേതായാലും ഈ രാമായണത്തിലൂടെ നമുക്ക് സംജാതമാകേണ്ടത് ഇരുട്ടിനെ മാച്ചു കളയലാണ്. രാമാ അരുതേ കാട്ടാള എന്ന് പറഞ്ഞ പോലെ അരുതേ ഇരുട്ട്, ഒരിക്കലും ഇരുട്ട് പാടില്ല എന്ന് പറയുന്ന ചിന്താഗതി നമ്മൾ ഭാഗവത്തിൽ കാണുന്ന പ്രിയവ്രതൻ എന്ന് പറയുന്ന സ്വയംഭുവനുവിൻ്റെ സന്തതിയിലൂടെയാണ്. സ്വയംഭുവനുവിൻ്റെ സന്തതികളിൽ ശ്രേഷ്ഠനായിരിക്കുന്ന പ്രിയവ്രതൻ എന്ന് പറയുന്ന ആ മനുശ്രേഷ്ഠൻ, അദ്ദേഹം ഈ ലോകത്ത് പ്രകാശം മാത്രം മതി എന്ന് പ്രഖ്യാപിച്ചവനാണ്. ഇരുട്ടൊരിക്കലും വരരുത് എന്ന് ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ. സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഇല്ലാതെയാകട്ടെ എന്നല്ലേ ഇതിൻ്റെ അർത്ഥം? സൂര്യൻ ഉദിച്ചു തന്നെ നിൽക്കുക, ഒരിക്കലും അസ്തമിക്കാത്ത രീതിയിലാകട്ടെ. എൻ്റെ ഈ ഭൂമി എന്ന് പറയുന്ന ഗോളം കടന്ന് കറങ്ങി ഒരു വശത്തിരുട്ട് ഒരു വശത്ത് വെളിച്ചവും എന്ന് പറയുന്ന രീതിയിലേക്ക് പോകാതിരിക്കട്ടെ. സദാസമയവും സൂര്യൻ്റെ തേജസ് കൊണ്ട് നമ്മുടെ ഈ ഭൂമുഖം അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഈ പ്രദേശം മുഴുവൻ തേജോമയമാകട്ടെ എന്ന്, ജ്ഞാനസമ്പന്നമാകട്ടെ എന്നല്ലേ അതിൻ്റെ അർത്ഥം? താൻ ജനിച്ചു വീണ ഈ നാട്ടിൽ ഇരുട്ട് വ്യാപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന പ്രിയവ്രതൻ എന്ന് പറയുന്ന രാജശ്രേഷ്ഠൻ തൻ്റെ ശരീരമാകുന്ന രഥത്തെ ഉരുട്ടിയത്, തൻ്റെ ശരീരമാകുന്ന രഥത്തെ തപസ്സിന് വിധേയമാക്കിയത്, തൻ്റെ ശരീരമെന്ന് പറയുന്ന ആ രഥത്തെ കൊണ്ട് യോഗാവിഷ്ടനായത്, യോഗാരൂഢനായത്. അങ്ങനെ യോഗത്തിലൂടെ കടന്നുപോയപ്പോൾ സപ്തദ്വീപുകളും സപ്തസമുദ്രങ്ങളും എല്ലാം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് നിതാന്തവും നിരന്തരവുമായിട്ട് പ്രകാശത്തിൻ്റെ അതിൽ അമരുന്ന രീതിയിലേക്ക് അദ്ദേഹം എത്തിയത് ഒടുവിലാണ് 7ാമത്തെ തലത്തിൽ. ഇത് ആ കഥ പോലെ തന്നെ രാമായണമായാലും നമ്മൾ എല്ലാവരും തന്നെ രാമായണം വായിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ ഇരുട്ടിൽ തപ്പിത്തടയാൻ പാടില്ല. വിച്ഛിന്നാഭിഷേക രംഗത്ത് ഈ രാമചന്ദ്രൻ തന്നെ ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശത്തിൽ പറയുന്നുണ്ട്, ആകയാൽ നീ വിദ്യാർത്ഥിയാകണമെന്ന് കരുതുന്നു എങ്കിൽ നീ ഏകാന്ത ചേതസ, വളരെ ഏകാഗ്രതയോടുകൂടി വിദ്യയെ പ്രാപിച്ചേ മതിയാകൂ എന്ന്. അല്ലയോ ലക്ഷ്മണകുമാര, നിനക്ക് വിദ്യയില്ലാത്തത് കൊണ്ട്, ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് ഈ പറയുന്ന ക്രോധത്തിന് അടിമപ്പെട്ടത്. ഏതൊരു ക്രോധമാണോ നിന്നെ ഇത്തരത്തിൽ ആക്രോശിക്കാൻ പ്രേരിപ്പിച്ചത്? ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം ത്രപാഹീനം ഷടപ്രിയം ബന്ധിച്ച താതനെയും പരിബന്ധികളായുള്ള മറ്റുള്ളവരെയും അന്തകൻ വീട്ടിനയച്ച് അഭിഷേകവനന്തരം കൂടാതെ സാധിച്ചുകൊള്ളുവനെന്ന് നീ ഇങ്ങനെ തുള്ളിച്ചാടി ഇവിടെ ബഹളം വച്ചില്ല. അതിന് കാരണം എന്താ? നിൻ്റെ അജ്ഞാനമാണ്, നിൻ്റെ അറിവില്ലായ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വത്സ, സൗമിത്രേ, കുമാര, നീ കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ അധികം കാര്യങ്ങൾ പറയുന്നത്. അധ്യാത്മരാമായണത്തിലെ വിച്ഛിന്നാഭിഷേക രംഗത്തിലെ ലക്ഷ്മണോപദേശം കുറേ അധികം വരികളിലൂടെ നമുക്ക് കിട്ടുവരുന്ന ആധ്യാത്മികത നിസ്സാരമല്ല. ഞാൻ പറഞ്ഞു വരുന്ന ഇതുപോലെ പല രംഗങ്ങളും അധ്യാത്മരാമായണത്തിലുള്ളത് നമ്മൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിൽ ആധ്യാത്മികത അതിങ്ങനെ വളർന്നു വലുതാകും. ഒന്നുകൂടി കടക്കാം. ഇരുട്ട് എന്ന് പറയുന്ന അജ്ഞാനം ഒരിക്കലും നമ്മെ രക്ഷിക്കുന്നില്ല. തപ്പിത്തടഞ്ഞിങ്ങനെ നടക്കുന്ന രീതിയിൽ ഒരിക്കലും രക്ഷപ്പെടാത്ത രീതിയിലുള്ള ആ ഇരുട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുന്നൊരവസ്ഥ ശ്ലാഘനീയമല്ല. നമ്മൾ ജനിച്ചു വീണപ്പോൾ പശുസമാനമായിരുന്നു, ശിശുസമാനമായിരുന്നു, വിദ്യയില്ലാത്തൊരവസ്ഥയിലായിരുന്നു, ഒന്നും അറിഞ്ഞുകൂടാത്ത രീതിയിലായിരുന്നു. അതിൽ നിന്നുള്ള ഡെവലപ്മെൻ്റ് അല്ലേ പിന്നാലെയുള്ള കൗമാരം, ബാല്യം, യൗവനം എന്നെല്ലാം പറയുന്ന അവസ്ഥകൾ. അത്തരത്തിൽ വളർന്നു വരുന്നൊരു വ്യക്തി സംസ്കാരം എന്ന് പറയുന്ന സമ്പാദിക്കണമെന്നല്ലേ ഹൈന്ദവ സംസ്കാരത്തിലെ ഷോഡശ ക്രിയകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അവിടെ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഒരു ഗർഭം ധരിക്കുന്ന സ്ത്രീ ഗർഭം ധരിക്കുന്നത് തന്നെ സംസ്കാരമായിട്ടാണ് പറയുന്നത്. ദാമ്പത്യ ജീവിതം വേളി എന്ന് പറയുന്ന സംസ്കാരമാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നാം ഒരു കുട്ടിയെ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ സംസ്കാരമാണെന്ന് പറയുമ്പോൾ സംസ്കരിച്ചെടുക്കലാണ്. ഇന്ന് കേൾക്കുന്ന കഥകൾ, ഇന്ന് കാണുന്ന എല്ലാത്തരം പ്രവൃത്തികളും, ഇന്ന് സ്വദേശത്തായാലും വിദേശത്തായാലും കാണുന്ന ദാമ്പത്യ ജീവിതത്തിലെ മ്ലേച്ഛത, അതിൻ്റെ വൃത്തികെട്ട രീതികളെല്ലാം തന്നെ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നുന്നുണ്ട്. കാരണം എന്താ? സംസ്കാരത്തിന് വേണ്ടിയിട്ട് വിവാഹത്തിലേക്ക് കടക്കാതെ സംസ്കാരശൂന്യമായ രീതിയിൽ പ്രവർത്തിച്ച് സംസ്കാരശൂന്യരായ കുട്ടികളെ ജനിപ്പിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ വൃത്തികെട്ടവരുടെ സങ്കേതമാക്കി മാറ്റാനുള്ളൊരു ത്വര അത് വാസ്തവത്തിൽ ഇല്ലാതെയാകണമെന്നാണ് രാമായണം പഠിപ്പിക്കുന്നത്. അപ്പോൾ രാമായണത്തിലൂടെ സദ്ഗുണസമ്പന്നന്മാരുണ്ടാകണം, സത്തുക്കളുണ്ടാകണം, സദ്വൃത്തി ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. അങ്ങനെ എല്ലാ തരത്തിലും സത്തായിരിക്കുന്ന ഈശ്വരനെ ചൊല്ലി ആ ഈശ്വരൻ്റെ നേർക്ക് എപ്പോഴും വ്യഗ്രത വച്ച് പുലർത്തുന്നൊരു കൂട്ടരെ ജനിപ്പിക്കലാണ് ഈ രാമായണത്തിൻ്റെ ലക്ഷ്യം.
പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ 6ാം തരത്തിൽ പഠിക്കുമ്പോഴാണ് രാമായണം ഇങ്ങനെ കൈകൊണ്ടെടുത്ത് വായിക്കാൻ തുടങ്ങിയത്. അന്ന് വാസ്തവത്തിൽ രാമായണം, എഴുത്തച്ഛൻ്റെ രാമായണം കൂട്ടിച്ചേർത്ത് വായിക്കാനുള്ള കഴിവില്ല. മലയാള പദങ്ങളെല്ലാം തന്നെ അപഗ്രഥിച്ച് പഠിക്കാനുള്ള ഒരു കഴിവുമില്ല. മലയാളം തന്നെ വായിച്ച് തീർക്കാനുള്ള കഴിവ് പോലും ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ വായിച്ചു തുടങ്ങിയതാണ് ഈ രാമായണം. അധ്യാത്മരാമായണം എഴുത്തച്ഛൻ കേരളീയർക്ക് എഴുതി തന്നത്, നിങ്ങൾ സാക്ഷരരാകൂ, നിങ്ങൾ സംസ്കാര സമ്പന്നരാകൂ, നിങ്ങൾക്കുണ്ടാകട്ടെ സത്പുത്രന്മാർ, നിങ്ങൾക്കുണ്ടാകട്ടെ എല്ലാ തരത്തിലും സദ്വൃത്തികൾ, നിങ്ങളുടെ വിവാഹമെന്ന് പറയുന്നത് അതിശ്രേഷ്ഠമാകട്ടെ, ആധ്യാത്മികത നിറഞ്ഞു നിൽക്കുന്നതാകട്ടെ എന്നെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന അധ്യാത്മരാമായണം നമുക്ക് കിട്ടിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. രാമൻ പോകുന്നതിൻ്റെ പിന്നാലെ പോകുന്ന സീതാദേവി ആധ്യാത്മിക ദൃഷ്ടിയിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിലുണ്ടാകേണ്ട അനുധാവനം ചെയ്യുന്ന ഭർത്താവിനെ, പതിയെ നമ്മൾ ഈശ്വരനായി കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോകുന്ന സഹചാരിയായിട്ട് വർത്തിക്കുന്നൊരു ഭാര്യയെ വാർത്തെടുക്കുന്ന ഭാരതീയ സംസ്കാരമാണ്. അവിടെ അനുജൻ എന്ന് പറയുന്ന ലക്ഷ്മണകുമാരൻ പോയപ്പോൾ ഊർമിള പോയില്ല എങ്കിലും തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് തപസ്സനുഷ്ഠിക്കുകയായിരുന്നു അവർ വീട്ടിൽ. അവിടെ എല്ലാം തന്നെ രഹസ്യങ്ങൾ ഇങ്ങനെ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. തൻ്റെ ഭർത്താവിൻ്റെ നേട്ടം എന്ന് പറയുന്നത് പാതിവൃത്യം ആണ് തൻ്റേത്, അതുപോലെ തന്നെ വളരെ ബ്രഹ്മചര്യമാണ് തൻ്റെ ഭർത്താവിൻ്റേത് എന്ന് ഊന്നിപ്പറഞ്ഞുകൊണ്ട് 12 വർഷക്കാലം ഊർമിള എന്ന് പറയുന്ന ഞാൻ ലക്ഷ്മണകുമാരൻ്റെ കൂടെ പോകുന്നില്ല. എന്തേ ഇതിന് കാരണമെന്ന് യുദ്ധം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രാമരാവണ യുദ്ധകാലത്ത് ഇന്ദ്രജിത്ത് എന്ന് പറയുന്നൊരു വ്യക്തിയെ കൊല്ലാൻ ആർക്കും സാധ്യമല്ല. അത്രമാത്രം ശക്തനാണ് അയാൾ. ഇന്ദ്രനെ പിടിച്ചു കെട്ടിയവനാണ്, ഇന്ദ്രിയങ്ങളെ വെന്നവനാണ്. അപ്പോൾ എല്ലാ തരത്തിലും നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ഇന്ദ്രിയത്തിനെ നിഹനിക്കണമെങ്കിൽ അതിന് ശക്തനായിട്ടുള്ളൊരു വ്യക്തി വേണം. ആരായിരിക്കണം? രാമൻ പോരാ എന്ന് പറയാൻ കാരണം എന്താ? സീതാസഹിതനായിട്ട് കാട്ടിലേക്ക് പോയ രാമനെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മചര്യ ദീക്ഷ എന്ന് പറയുന്ന ശക്തമായിട്ടുള്ള ഒന്നില്ല. ആ ബ്രഹ്മചര്യ ദീക്ഷയുള്ളതാരാണ്? ഇവിടെ ലക്ഷ്മണകുമാരൻ കൂടെ ഭാര്യയില്ലാത്തതുകൊണ്ട് 12 വർഷക്കാലം ബ്രഹ്മചര്യ ദീക്ഷയിലാണ്. ബ്രഹ്മത്തിൽ ചരിക്കുന്നവനാണ്. രാമനെ ഈശ്വരനായി കണ്ടുകൊണ്ട് പിന്നാലെ നടക്കുന്നവനാണ്. ആ ബ്രഹ്മചര്യത്തിന് കോട്ടം വരാതിരിക്കാൻ വേണ്ടി പാതിവൃത്യം അനുഷ്ഠിച്ചുകൊണ്ട് ഭാര്യ നാട്ടിലും ഇങ്ങനെ തപസ്സനുഷ്ഠിക്കുകയാണ്. ചിന്തിച്ചു നോക്കൂ രാമായണത്തിൻ്റെ ഗഹനത, രാമായണത്തിൽ അടങ്ങിയിരിക്കുന്ന ദുരൂഹതകൾ, ഗുഹ്യമായിട്ടുള്ള സന്ദേശങ്ങൾ, ഇതെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് രാമായണത്തിൻ്റെ മാഹാത്മ്യം നമ്മൾ കാണേണ്ടത്. ഇതിനെല്ലാം പുറമെ അധ്യാത്മരാമായണം തുടങ്ങുന്നത് കൈലാസം എന്ന് പറയുന്ന അചലം, അത്തരത്തിലുള്ള പർവ്വതനിരകൾ, ആ കൈലാസത്തിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഈശ്വര സ്വരൂപം സാക്ഷാൽ രുദ്രൻ ശിവപെരുമാൾ അല്ലെങ്കിൽ പരമേശ്വരി ഇങ്ങനെ വർത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൂട്ടാളിയായിട്ട് പരമേശ്വരിയും കൂടിയുണ്ട്. അങ്ങനെ പാർവതി പരമേശ്വരന്മാരെന്ന് പറയുന്ന പരമേശ്വരിയും പരമേശ്വരൻ എന്ന് പറയുന്ന രണ്ടുപേരും ഒന്നിച്ചിരുന്നു കൊണ്ടാണ് ആസ്വദിക്കുന്ന രാമനെ. അപ്പോൾ രാമൻ ആരാ? ഈ പറയുന്ന കൈലാസാചലോപരി അതിസുന്ദരമായിരിക്കുന്ന ദിവ്യപീഠത്തിൽ അവിടെ ഇരിക്കുന്ന പരമേശ്വരൻ്റെ ഇടത്തെ തുറയിൽ വർത്തിക്കുന്ന പാർവതീ ദേവി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന രീതിയിൽ രാമനെ അവതരിപ്പിക്കുകയാണ്. നമ്മളിവിടെ വായിക്കുന്നതിന് ഉമാമഹേശ്വര സംവാദം. അങ്ങനെ ഉമാമഹേശ്വര സംവാദ രൂപത്തിൽ അവതരിക്കപ്പെട്ടിരിക്കുന്ന ഈ അധ്യാത്മരാമായണത്തിൽ ഉമ എന്ന് പറയുന്നത് പരമേശ്വരനുമായിട്ടിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഗഹനമായിട്ടുള്ള കാര്യങ്ങൾ ആരാഞ്ഞറിയുന്നതിൻ്റെ കൂട്ടത്തിലാണ്. വേദങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള നിഗമങ്ങളെല്ലാം തന്നെ ഉണ്ടായ പോലെ അതിശ്രേഷ്ഠമായിരിക്കുന്ന അധ്യാത്മരാമായണത്തിൻ്റെ ഉൽപ്പത്തി. ഇനി ഉമ എന്ന് പറയുന്നത് ജഗദീശ്വരി. ഉമ എന്നുള്ള പദം തന്നെ ഉണ്ടായത് അമ്മ മേന തപസ്സനുഷ്ഠിക്കാൻ പോകുന്ന മകളോട് പറഞ്ഞാണ് മാ അരുതേ. എന്താ മാ എന്ന് പറഞ്ഞത്? നീ നിൻ്റെ ഈ ചെറുപ്രായത്തിൽ കഠിനമായിട്ടുള്ള തപസ് അനുഷ്ഠിക്കേണ്ട കാര്യമില്ല. പരമേശ്വരനെ ചൊല്ലി ശിവനെ പ്രാപിക്കാൻ വേണ്ടി കഠിനമായിട്ടുള്ള വ്രതാനുഷ്ഠാനങ്ങൾ അരുത്, അതിനെ ഉപേക്ഷിക്കുന്നുള്ള മട്ടിലാണ് മാ എന്ന് പറഞ്ഞത് ഉമ എന്നായി. അപ്പം മാ എന്നുള്ളത് ഉമ എന്നുള്ളത് നാമധേയം ഈ അമ്മയ്ക്ക് കിട്ടിയതിൻ്റെ ഉള്ളിൽ ആ കൂടി ചേരുമ്പോൾ ആ ഓമ എന്ന് പറയുന്ന പ്രണവം തന്നെയാണ് ഉമ. ആ ഓമ 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 ഓം. അപ്പം എല്ലാ തരത്തിലും ഓങ്കാരസ്വരൂപിണിയായിരിക്കുന്ന പാർവതീ ദേവി ഉമ എന്ന് പറയുന്ന പരമേശ്വരി, സാക്ഷാൽ പരമേശ്വരൻ്റെ ഇടത്തെ തുടയിൽ സദാസമയവും വർത്തിക്കുന്നവൾ, വാമഭാഗം അലങ്കരിക്കുന്ന ആ പതിവ്രതയായിരിക്കുന്ന ആ ധർമ്മപത്നി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന രീതിയിൽ രാമായണം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഗഹനമായിരിക്കുന്ന ഗുഹ്യമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഗ്രഹിക്കണമെങ്കിൽ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ലിംഗസ്വരൂപനായിരിക്കുന്ന ആ ശ്രീ പരമേശ്വരനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കണം എന്ന് ഇതിലടങ്ങിയിരിക്കുന്ന ആന്തരാർത്ഥം. അപ്പോൾ ആരോട് ചോദിക്കണം ഗഹനമായിരിക്കുന്ന കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ മറ്റാരോടും അന്വേഷിക്കേണ്ടതില്ല. പരമേശ്വരൻ കൈലാസാദ്രിയിൽ വർത്തിക്കുന്ന
അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. അത് ചോദിക്കുന്നതോ ധർമ്മപത്നിയായിരിക്കുന്ന ഓംകാരത്തിൻ്റെ പ്രതീകമായിരിക്കുന്ന അമ്മ മഹാമായ തന്നെ. തുടങ്ങുന്നോന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കൈലാസജലേ സൂര്യകോടി ശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ടം. കൈലാസജലേ സൂര്യകോടി ശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ടം. ഹാലലോചനം മുനിസിദ്ധദേവാദിസേവ്യോ നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം. ശിവനെപ്പറ്റി നല്ലപോലെ പറഞ്ഞു 4 വരികളിലൂടെ. എന്നിട്ട് ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വയൻ ആദ്യൻ അജൻ അവ്യയൻ ആത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകൻ ഈശന്. അദ്ദേഹത്തെ പറ്റിയുള്ള സംശയങ്ങൾ ചോദിക്കാനായിട്ട് ഉമ ഈ പറയുന്ന സവിധത്തിൽ, രുദ്രൻ്റെ സവിധത്തിൽ ഇരുന്നു കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ എല്ലാ തരത്തിലും വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന ചോദ്യം ചോദിക്കുന്നത് വന്നിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി. ഇടത്തെ തുളയിൽ വർത്തിക്കുന്ന ഭഗവതിയാണ് ഇങ്ങനെ വന്നിച്ച് ചോദിക്കുന്നത്. സുന്ദരീ ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ. സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകാവാസ സർവേശ്വര മഹേശ്വര സർവ ശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ധേ. അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ. ആകയാൽ ഞാൻ ഉണ്ട് ഒന്ന നിന്തിരുവതി തന്നോടാകാംക്ഷ പരവശചേതസ ചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. സനാതനധർമ്മം എന്ന് പറഞ്ഞ് നമ്മൾ ഭാരതവർഷത്തിലെ ഹൈന്ദവധർമ്മത്തെ ഇങ്ങനെ ഉദ്ഘോഷിച്ച് അതിനെ വളരെ പ്രകീർത്തിച്ച് നടക്കുമ്പോൾ ഇക്കാര്യം നമ്മൾ മറന്നു പോകരുത്. കൃഷ്ണനെപ്പറ്റി നമ്മൾ പഠിക്കുന്നത് വംശീവിഭൂഷിതകരൻ നവനീരതാഭാത് പീതാംബര തരുണബിംബഫലാധരോഷ്ടാത് പൂർണേന്ദു സുന്ദരമുഖാത് അരവിന്ദനേത്രാത് കൃഷ്ണാൽ പരം കിമപി തത്വം അഹം ന ജാനേ എന്ന് തന്നെയാണ്. അപ്പോൾ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ തത്വമാണ്. തത്വം എന്ന് പറഞ്ഞാൽ അത് നീ എന്ന് പറഞ്ഞാൽ അത് ഞാനെന്ന് പ്രഖ്യാപിക്കുന്ന അദ്വൈതജ്ഞാനവുമാണ്. ഭാഗവതം വളരെ പ്രകീർത്തിക്കുന്നുണ്ട് ഈ പറയുന്ന ഭഗവാനെ സംബന്ധിച്ച്. ഈശ്വരനെന്നോ ഭഗവാനെന്നോ പരബ്രഹ്മമെന്നോ പരമാത്മാവെന്നോ പറയുന്ന അദ്വൈതജ്ഞാനം തന്നെ എന്ന് പറയുന്നുണ്ട്. അതാണ് തത്വം. അദ്വയം, രണ്ടല്ലാത്തൊരവസ്ഥ. തത്വം അസി. ഇവിടെയും പറയുന്നു രാമൻ്റെ തത്വം അറിയാൻ രാമൻ ആര് എന്നുള്ള തത്വം. ഇവിടെ തത്വം എന്നുള്ളതിന് പല അർത്ഥങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റുമ്പോഴും അവിടെ തത്വം അസി എന്ന് പറയുന്നതിലെ തത്വം എന്നുള്ള പദം മറക്കാതിരിക്കുക. ആരാ കൃഷ്ണൻ? ഞാനാണ്. ആരാ രാമൻ? ഞാനാണ്. എന്നെ വിട്ടിട്ടൊരു രാമനോ കൃഷ്ണനോ ഇല്ല എന്ന് പറയുന്നതാണ് സനാതനധർമ്മം. അത്തരത്തിൽ ഈശ്വരനുമായിട്ട് ഇഴുകിച്ചേർന്ന് അദ്വൈഭാവത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ജ്ഞാനം, അതിൻ്റെ പേരാണ് ഭഗവാൻ. വദന്തി തത്വം യജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതയെന്ന് ഭാഗവതം പറയുമ്പോൾ അവിടെ ഈശ്വരനും താനും ഒമ്മ എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. നമുക്ക് വേണ്ടതാണ് രാമൻ. രമിപ്പിക്കുന്ന രാമൻ എന്ന് പറയും, രഞ്ജിപ്പിക്കുന്ന രാമൻ എന്ന് പറയും. രമിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആത്മാരാമനാകുമ്പോൾ ഏതൊരു ആത്മാവിനെയാണോ നമ്മൾ ഇങ്ങനെ അതിൽ രമിച്ചുകൊണ്ട് നമ്മൾ അത്തരത്തിൽ അദ്വൈത അനുഭൂതി നുകരുന്നത്, അതാണ് രാമൻ. കൃഷ്ണനും അതുതന്നെ. രാസക്രീഡ എല്ലാം തന്നെ എടുക്കുമ്പോൾ വേണ്ടാത്ത അർത്ഥതലങ്ങളിലേക്ക് പോകേണ്ടതില്ല. അവിടെയും ആത്മാരാമനായിട്ടുള്ള രാമനെ പോലെ തന്നെ ഈ കൃഷ്ണനും അവിടെ ആത്മാരാമന്മാരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാമമാരെ ഗോപസ്ത്രീകളെ സൃഷ്ടിച്ചുകൊണ്ടിങ്ങനെ പകർന്നു കൊടുക്കുന്ന മുഴുവൻ രസോവൈസ എന്ന് പറയുന്ന ആത്മാ രസം തന്നെയാണ്. രസോവൈസ. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഇവിടെ കൃഷ്ണനായാലും രാമനായാലും ആത്മസ്വരൂപന്മാർ, അവരെ വിട്ടിട്ടൊരു തത്വം ഇല്ല എന്ന് പറയുന്നതാണ് സനാതനധർമ്മം. ഇത് നല്ലപോലെ ഉറപ്പിക്കണം. ഈ വർഷത്തെ രാമായണ മാസമെങ്കിലും ജനങ്ങളെല്ലാവരും തന്നെ ഒത്തൊരുമിച്ചുകൊണ്ട് രാമൻ ആര് എന്ന് ചിന്തിച്ചുറപ്പിക്കുമ്പോൾ രാമനിലൂടെ കൃഷ്ണനിലേക്ക് കടന്ന് ആ കൃഷ്ണനും അതുതന്നെ എന്ന് പ്രഖ്യാപിക്കാനുള്ള കഴിവുണ്ടായാൽ
ഏതായാലും ത്രേതായുഗത്തിലെ രാമനെ തുടർന്ന് ദ്വാപരയുഗത്തിൽ കൃഷ്ണനിലേക്ക് കടക്കുമ്പോൾ ആ രാമകൃഷ്ണന്മാരെന്ന് പറയുന്നത് രണ്ടും രണ്ട് എന്നുള്ള മട്ടിലേക്ക് പോകാതെ അത് ഒന്നാണെന്നുള്ള ചിന്തയിലേക്ക് വരുമ്പോൾ അവർ തന്നെയാണ് ഞാനെന്ന് കൂടി പ്രഖ്യാപിക്കാനുള്ള തൻ്റെ ഇടം വരുമ്പോൾ അവിടെയാണ് സനാതനം എന്ന് പറയുന്നൊരവസ്ഥയുണ്ടാകുന്നത്. ഇവിടെ രാമനെ പറ്റി ഇങ്ങനെ രഹസ്യം ചോദിക്കുന്ന പാർവതി ദേവിയോട് ഈ മാഹാത്മ്യം, രാമദേവൻ്റെ മാഹാത്മ്യം പറഞ്ഞു കൊടുക്കുന്ന സാക്ഷാൽ പരമേശ്വരൻ പറയുന്ന ശ്രദ്ധിക്കൂ. ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ട്, ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാംബുധേ കനിഞ്ഞരുളി ചെയ്തിടണം. ആരും നിന്തിരുവടിയൊഴിഞ്ഞ് ഇല്ല അത് ചൊൽവാൻ. ഭഗവാനെ വിട്ടിട്ട്, തൻ്റെ ഭർത്താവിനെ വിട്ടിട്ട്, ഈശ്വരൻ എന്ന് പറയുന്ന സാക്ഷാൽ രുദ്രനെ വിട്ടിട്ട് മറ്റാരുമില്ല എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ. അതുകൊണ്ടാണ് മറുപടി ഭഗവാൻ കൊടുക്കുന്നു. നോക്കൂ. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളം ആർക്കുമില്ല ഭഗവത് ഭക്തി നാഥേ. ശ്രീരാമദേവതത്വം കേൾക്കണമെന്ന മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നത് മഹാഭാഗ്യം. ആരും ഇതിനു വേണ്ടി ശ്രമിക്കാറില്ല എന്ന്. പണ്ടും രാമായണം വായിക്കാറുണ്ട്, എല്ലാ വീടുകളിലും വായിക്കാറുണ്ട്. കർക്കിടക മാസത്തിലാണ് ഇതിൻ്റെ സന്ദർഭമായിട്ട് നമ്മൾ എടുക്കുന്നത്. നിത്യവും വായിക്കേണ്ടതാണ്. രാമായണം എന്ന് പറയുന്ന പാരായണം നിത്യപാരായണത്തിനാണ്, അല്ലാതെ കർക്കിടക മാസത്തിൽ മാത്രമല്ല. കർക്കിടക മാസം പഞ്ഞമാസമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മഴയുടെ മൂർധന്യാവസ്ഥയിൽ പുറത്തേക്ക് ഇറങ്ങി ജോലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതൊരു ലിഷേർലി ഒരു ഒഴിവ് സമയത്ത് രാമായണം വായിച്ച് കളയാം എന്ന് തോന്നിയതായിരിക്കും പണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാമായണം മുഖ്യമായിട്ടുള്ള പല സന്ദേശങ്ങളും സങ്കേതങ്ങളും നമുക്ക് ഇട്ടുതരുന്ന ഈ പറയുന്ന കൃതിയിലൂടെ കടന്നു പോകേണ്ട അനിവാര്യമാണ്, നിത്യം പഠിക്കേണ്ട വിഷയമാണ്. കേരളക്കരയിൽ എത്രയെത്ര മഹാനുഭാവന്മാരാണ് ഇതിന് വ്യാഖ്യാനം എഴുതിയത്. മാതൃഭൂമിയായാലും ഇതര ഈ മാധ്യമങ്ങളായാലും ഇതെല്ലാം തന്നെ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചില്ലേ. എം കെ സാനുമാഷായാലും വട്ടപ്പറമ്പിൽ ഗോപിനാഥൻ നായരായാലും ഇതുപോലെ ശ്രേഷ്ഠമതികളായിട്ടുള്ള അനവധി പ്രൊഫസർമാർ കൈവച്ചിട്ടുള്ളൊരു പുരാണ കൃതി, ഒരു പ്രത്യേകിച്ച് ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു കൃതിയാണ് ഈ അധ്യാത്മരാമായണം. അതുപോലെ ശ്രേഷ്ഠമായിരിക്കുന്ന ഈ കൃതി പറഞ്ഞു കൊടുക്കുന്നത്, കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കുന്നത് ശിവനാണ്. ശിവയോട് അവിടെ പറയുന്ന ചില കാര്യങ്ങൾ മാത്രം നോക്കുക. ഈ ശ്രീരാമദേവൻ്റെ തത്വം അറിയണമെന്ന ആഗ്രഹം അങ്ങനെ ആർക്കും ഉണ്ടാകാറില്ല. നീ അത് ചോദിച്ച വളരെ നന്നായി. ശ്രീരാമദേവനെ പറ്റി അറിയാനുള്ള നിൻ്റെ കൊതി അത് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഭാഗം മാത്രം ഇന്നത്തെ ആദ്യത്തെ ദിവസം ഒരു ആമുഖമായിട്ട് നമുക്ക് കുറിക്കാം. മറ്റൊന്നുമല്ല, ശ്രീരാമൻ പരമാത്മാ. ഇതെല്ലാം തന്നെ പറയുമ്പോഴും രണ്ടായിട്ട് നിൽക്കുന്നൊരവസ്ഥ അരുതേ എന്ന് ഞാൻ ഊന്നിപ്പറയുകയാണ്. നമ്മളീ പറയുന്ന ഹൈന്ദവർ സനാതനംസ്കാരത്തെപ്പറ്റി വാഗ്വാദങ്ങൾ നടക്കുന്ന ഈ സന്ദർഭത്തിൽ അതിനെ എതിർത്ത് ചൊല്ലാനുള്ള കഴിവുണ്ടാകണമെങ്കിൽ ഇങ്ങനെ പരമാത്മാ എന്ന് പറയുന്ന ജീവാത്മാ പരമാത്മാ അഭേദമായിരിക്കുന്നൊരവസ്ഥ നമുക്കുണ്ടാകണം. ജീവോ ബ്രഹ്മൈവനാപര. അപ്പോൾ ഇത്തരത്തിലൊരവസ്ഥയിലേക്ക് കടന്നു നിൽക്കുന്നവനാണ് സനാതനധർമ്മി. നമുക്ക് നമ്മുടെ ധർമ്മത്തെ ശക്തമായിട്ട് നമ്മൾ ഉയർത്തി പിടിച്ചേ മതിയാവൂ. അതിനു വേണ്ടിയിട്ടാണ് ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ. എന്താണ് പുരുഷഭാവം, എന്താണ് പ്രകൃതിയുടെ ഭാവം, എന്താണ് ഈ പരമാനന്ദ ഇത്യാദി കാര്യങ്ങളെല്ലാം തന്നെ ഓരോ വാക്കുകളിലും അന്തർഭവിച്ചിരിക്കുന്ന അനേക സംഗതികൾ ക്രോഡീകരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന ശ്രീരാമൻ പരമാത്മാവാണ്. ആരാ പരമാത്മാ? അത് പിന്നാലെ പറയുന്നുണ്ട്. ഈ പരമാത്മാ എന്ന് പറയുന്നതിൻ്റെ പ്രതിബിംബമാണ് ജീവാത്മാവ് എന്ന് പറയുമ്പോൾ അഭേദമായിരിക്കുന്നൊരവസ്ഥ വന്നില്ലേ? ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ. പുരുഷൻ എന്ന് പറയുമ്പോൾ പുരത്തിൽ ശയിക്കുന്നവൻ. അപ്പോൾ ഈശ്വര സർവഭൂതാനാം ഹൃദയേശേ അർജുന തിഷ്ഠതി എന്ന് പറയുന്ന ആ പരമമായിട്ടുള്ള തത്വം അത് പുരുഷൻ്റേത്. നമ്മുടെ ശരീരം എന്ന് പറയുന്ന പുരത്തിൽ ശയിക്കുന്നവൻ പുരുഷൻ, അതാണ് ഈശ്വരൻ, അത് ശ്രീരാമൻ. അപ്പോൾ വ്യക്തിഗതമായിട്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ ഈശ്വരനല്ലാതെ മറ്റാരുമില്ല എന്ന്. പുരുഷൻ പ്രകൃതി തൻ കാരണൻ ഏകൻ പരൻ. ഈ പ്രകൃതി എന്ന് പറയുന്നത് എവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ പുരുഷനിൽ നിന്ന്. ഏതൊരു പുരുഷനാണോ പ്രകൃതിക്ക് കാരണമായത് ആ പ്രകൃതി പുരുഷന്മാരെ പഠിക്കലാണ് സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകത. നല്ലപോലെ ശ്രദ്ധിക്കുക. വേദവും വേദാന്തവും അതുപോലെ പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഈ പുരുഷ പ്രകൃതികളുടെ നിത്യത്തിൻ്റെയും അനിത്യത്തിൻ്റെയും വിവേകം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നിത്യാനിത്യ വിവേകം എന്ന് പറയുന്ന ആ പ്രസ്ഥാനം അല്ലെങ്കിൽ ആ പ്രവൃത്തിയിലൂടെയാണ് നാം ഈശ്വരതത്വത്തെ സാക്ഷാത്കരിക്കുന്നത്. ഇവിടെയും പുരുഷനാരാരാമൻ, പ്രകൃതിയാത സീത,
പ്രകൃതി എന്ന് പറഞ്ഞ ഏതിൽ നിന്നുണ്ടായി? പുരുഷനിൽ നിന്ന്. പുരുഷനാരാ? പരമാത്മാ. പരമാത്മാവ് ആരാണ്? ഞാനാണ്. നോക്കൂ, ഇത്തരത്തിൽ കൊളുത്തി കണക്ട് ചെയ്ത് പോകുമ്പോൾ ആ ഈശ്വരതത്വം എന്ന് പറയുന്നത് വളരെ റിവീൽഡ് ആകുന്ന രീതിയിലേക്ക് വരുന്നില്ലേ? കൺസീൽഡായിരിക്കുന്ന ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഈ തത്വത്തെ സാക്ഷാത്കാരത്തിൻ്റെ പടവുകൾ തണ്ടിയിട്ട് പോകുന്നൊരു വ്യക്തിക്ക് കിട്ടുന്നത് എന്ത് എന്ന് വ്യക്തമാക്കിയാണ് തുടക്കത്തിൽ തന്നെ പറയുന്നത്. പരമേശ്വരൻ, കേൾക്കുന്നത് പരമേശ്വരി. ഉമാമഹേശ്വര സംവാദത്തിൽ ഗുരുകാരുണ്യമൂർത്തി പരബ്രഹ്മം ഗുരുവാണ്. അതുപോലെ ഈ പറയുന്ന പരമൻ പരബ്രഹ്മമാണ്. പരമാത്മാ പരബ്രഹ്മം. ഈ വാക്കുകളുടെ വ്യത്യാസങ്ങളെക്കാൾ ഇത് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചിന്തിച്ചാൽ മതി. വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പ്രയോഗം ഇതിലെല്ലാം തന്നെ ഉണ്ട്. ലക്ഷ്യമെന്ന് പറയുന്ന മോക്ഷമായാലും പരമലക്ഷ്യമെന്ന് പറയുന്ന മോക്ഷമായാലും പരമപുരുഷാർത്ഥം എന്നെല്ലാം തന്നെ പ്രകീർത്തിക്കപ്പെടുന്ന മോക്ഷമായാലും അതെല്ലാം തന്നെ വാസ്തവത്തിൽ എന്ത് എന്ന് പറഞ്ഞാൽ പരബ്രഹ്മത്തെ അറിയലാണ്, ജീവനെ അറിയലാണ്, സത്യത്തെ അറിയലാണ്, നിത്യത്തെ അറിയലാണ്. ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പരബ്രഹ്മത്തിൻ്റെ ഭാവം, ആത്മഭാവത്തെ സാക്ഷാത്കരിക്കലാണ്. അതിനെയൊക്കെ കവിഞ്ഞൊരു മോക്ഷം ഈ പറയുന്ന സനാതന ധർമ്മത്തിലില്ല. ചിന്തിച്ചു നോക്കൂ. ഞാൻ ആരെ എന്ന് വ്യക്തമായിട്ട് ധരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് കോഹമെന്ന് ചോദിച്ചുകൊണ്ട് ദേഹമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഈ പറയുന്ന രമണ മഹർഷി ഒടുവിൽ പറഞ്ഞത് സോഹമെന്നാണ്. അത്തരത്തിലൊരവസ്ഥയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയോഗങ്ങൾ ഇവിടെയും കാണാം. ജഗതുത്ഭവസ്ഥിതി പ്രളയകർത്താവ്, ജഗതുത്ഭവസ്ഥിതി പ്രളയകർത്താവ്. ഈ ജഗത്തിൻ്റെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും അത് ആര് ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ രാമനാണെന്ന് പറയുമ്പോൾ ഈശ്വരൻ്റെ യഥോവാ ഇമാനി ഭൂതാനി ജായന്തി യേന ജാതാനി ജീവന്തി യത് പ്രയന്തി വിശന്തി തത് വിജിജ്ഞാസസ്വതം ബ്രഹ്മേതി എന്ന് പറയുന്ന ശ്രുതി പ്രാധാന്യമറിയിക്കുന്ന ആ നിർവചനം വന്നില്ലേ? ഏതൊന്നിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്? ഏതൊന്നിനെ ആശ്രയിച്ചിട്ടാണ് എല്ലാം നിലനിൽക്കുന്നത്? ഏതൊന്നിലേക്കാണ് ഒടുവിൽ ഇതെല്ലാം തന്നെ ചെന്നുചേരുന്നത്? ജഗതുത്ഭവസ്ഥിതി ലയകർത്താവ്, പ്രളയകർത്താവ്. അപ്പം ഇത്തരത്തിലുള്ള ഈശ്വരനാണ് അദ്ദേഹം എന്ന് പറഞ്ഞു. ഭഗവാൻ വിരിഞ്ചനാരായണ ശിവാത്മകൻ. വിരിഞ്ചനായാലും നാരായണനായാലും ശിവാത്മകനായാലും മൂന്നും കൂടി കൂടിയതാരാ? രാമൻ. ബ്രഹ്മ, വിഷ്ണു, രുദ്രൻ എന്ന് പറയുന്ന ത്രിത്വം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ത്രിമൂർത്തികളുടെ ഭാവം അതെല്ലാം തന്നെ സമന്വയിച്ചാൽ ആരെ എന്ന് ചോദിച്ചാൽ രാമനാണ്. രാമൻ പരബ്രഹ്മമായതുകൊണ്ടാണ്. നമ്മുടെ ഇടയിൽ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അപകടം ബ്രഹ്മാവെന്ന് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തി എന്നുള്ള മട്ടിലും അത് കഴിഞ്ഞ് ജനിച്ച ജീവജാലങ്ങളെയെല്ലാം തന്നെ പാലിക്കുന്നതിന് വേണ്ടി മറ്റൊരു വ്യക്തി വിഷ്ണു എന്നും അതുപോലെ മൂന്നാമത് രുദ്രൻ എന്ന് പറയുന്നത് സംഹരിക്കാൻ വേണ്ടി വരുമ്പോട്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള മട്ടിൽ വേർതിരിച്ച് കരുതി പോന്നു. ഈ വേർതിരിവ് വാസ്തവത്തിൽ മാറ്റിക്കളഞ്ഞിട്ടൊരു തിരിച്ചറിവുണ്ടാക്കുക. അതാണ് സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകത. ഈ തവണത്തെ കർക്കിടക മാസം എങ്കിലും നിങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. വേർതിരിവ് എന്ന് പറയുന്നതിനെ മാറ്റിയിട്ട് അവിടെ തിരിച്ചറിവുണ്ടാക്കുക. തിരിച്ചറിവെന്ന് പറഞ്ഞാൽ എന്താണ് സത്യം, എന്താണ് മിഥ്യ എന്നുള്ള ആ തിരിച്ചറിവ്, അതാണ് വിവേകം. അതുണ്ടാക്കിയെടുക്കുക. അവിടെയും നമ്മൾ കാണുന്നത് അദ്വയൻ, രണ്ടെന്ന് പറഞ്ഞ അവസ്ഥയില്ല. ആദ്യമുള്ളതാണ് അജൻ, അവ്യയൻ, ആത്മാരാമൻ, തത്വാത്മാ സച്ചിന്മയൻ, സകളാത്മകൻ, ഈശൻ, മാനുഷനെന്ന് കൽപ്പിച്ചേടോരജ്ഞാനികൾ മാനസം മായാതമസമൃതം ആകമൂലമോ. ഇരുട്ട് വ്യാപിച്ചതുകൊണ്ട് രാമനെ മനുഷ്യനായിട്ട് കരുതിയെന്ന്, രാമൻ ആര് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന്. ഇവിടെയെല്ലാം തന്നെ നമ്മൾ ഉയർന്നു വരുന്ന വളർന്നു വരുന്ന ഹിന്ദു സമൂഹം ശ്രദ്ധിക്കേണ്ടത് അവിടെ രാമൻ എന്ന് പറയുന്നത് പടം വരച്ചു വച്ചിരിക്കുന്ന രാമനോ വിഗ്രഹത്തിൽ കൊത്തിവച്ചിരിക്കുന്ന രാമനോ അല്ല. നിത്യം മരാമരായി ത്യേവം ജപിക്ക നീ എന്ന് പറഞ്ഞത് ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രത്യേക മാനസഭാവം കൈകാര്യം ചെയ്തുകൊണ്ട് നമ്മൾ സാക്ഷാത്കരിക്കുന്ന ഈശ്വരതത്വത്തെയാണ് രാമ 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 രാമ. അങ്ങനെ രാമ രാമ എന്നുള്ള മനനം ചെയ്യുന്ന മന്ത്രത്തെക്കൊണ്ട് നമ്മൾ സാക്ഷാത്കരിക്കുന്ന ആരാണ് രാമനെന്ന എൻ്റെ ഹൃദയാന്തർവാസിയായിരിക്കുന്ന രാമനാണ്. നമ്മുടെ ഭട്ടയരിപ്പാട് പാടി നിത്യചിത്തസ്ഥിതമേ ഒടുവിലാണ്. അതേ രീതിയിൽ തപസ്സുകൊണ്ട് ശക്തമായിട്ടുള്ളൊരു ഭാവത്തെ ആർജിച്ചിരിക്കുന്നൊരു വ്യക്തിക്ക് തൻ്റെ ഉള്ളിൽ തട്ടി ഉണർന്നിരിക്കുന്ന പരമാത്മഭാവത്തെ കാണാൻ കഴിയണം. അത് കഴിയാത്തിടത്തോളം കാലം നമ്മളെ മറ്റുള്ളവർ കളിയാക്കും. മറ്റുള്ളവർ ഇപ്പോൾ സനാതനധർമ്മം തുലയട്ടെ എന്ന് പറയും. സനാതനം എന്താണെന്ന് മറുപടി പറയാൻ പറ്റാത്തത് നമുക്കതെല്ലാം തന്നെ കേൾക്കേണ്ടി വരും. അങ്ങനെ പുച്ഛിക്കപ്പെടുന്ന ഈ രീതിയിലുള്ളതെല്ലാം തന്നെ മോക്ഷം വേണമെങ്കിൽ അധ്യാത്മരാമായണം പോലുള്ള കൃതികൾ, ഏതൊരു പുരാണകൃതിയായാലും അതെല്ലാം തന്നെ നല്ലപോലെ വിശകലനം ചെയ്ത് അതിലടങ്ങിയിരിക്കുന്ന സാരത്തെ ഗ്രഹിക്കാനുള്ള ശ്രമം നടത്തിയാൽ നമുക്ക് മറുപടി പറയാം. സത്യത്തിൽ ആരാണ് ഞാൻ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ മാത്രമാണ് ഹിന്ദു. സെമറ്റിക് മതങ്ങളുടെ പോലെയല്ല. സെമറ്റിക് മതങ്ങൾക്കെല്ലാം തന്നെ അന്യമായിട്ടുള്ളൊരു ഈശ്വരനെ കാണാൻ കഴിയും. പക്ഷേ
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ്റെ അന്യഭാവത്തെയെല്ലാം തന്നെ നിർമ്മാർജ്ജനം ചെയ്ത് ഞാൻ അതാണ് എന്ന് പ്രഖ്യാപിക്കുന്ന രീതിയിൽ വളർന്നു വരുന്ന സംസ്കാരമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് നമ്മൾ ഇനി ഊട്ടി ഉറപ്പിക്കുക. അത്തരത്തിലുള്ളൊരവസ്ഥയിലേക്ക് എത്തിയേ മതിയാകൂ. എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പങ്ക്തികണ്ഠനെക്കൊന്ന് ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യമൊക്കെ അഭിഷേകവും ചെയ്ത് സത്താമാത്രാത്മാ സകലേശൻ അവ്യയൻ നാഥന മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമമാം സഹോദര വീരന്മാരാലും കീകസാത്മജാസുതനാം വിഭീഷണരാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവനായി സൂര്യകോടി തുല്യ തേജസ ജഗശ്രാവ്യമാം ചരിതവും കേട്ടാനന്ദിച്ചു നിർമ്മലമണീലസൽ കാഞ്ചന സിംഹാസനെ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദ വിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി ഇതിനു മുമ്പിൽ അമ്മാറ് ഭക്ത്യ വന്നിച്ചു നിൽക്കുന്നു ഒരു ഭക്തനം ജഗൽ പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്ത് കാരുണ്യമൂർത്തി. വളരെ ചിന്തിക്കേണ്ട വേറൊരു കഥാപാത്രം, നമുക്ക് കഥാപാത്രം എന്ന് പറയാം, മാരുതി എന്ന് പറയുന്ന വായുപുത്രൻ. നല്ലപോലെ ചിന്തിക്കണം. നമ്മൾ വലിയ വലിയ വിഗ്രഹങ്ങളെല്ലാം തന്നെ വച്ച് പ്രതിഷ്ഠിച്ചുകൊണ്ട് മാരുതിയോട് അതുവിധമെല്ലാം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ ജനതതി വാസ്തവത്തിൽ ഹനുമാനെ അറിയുന്നില്ല. വായുപുത്രൻ എന്ന് പറയുമ്പോൾ വായുവിൽ നിന്ന് ജനിച്ചതാണ്. വായു ഇല്ല എങ്കിൽ ആ സ്ഥിതിവിശേഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. വായു ഇല്ല എങ്കിൽ സചേതനമായിരിക്കുന്നൊരവസ്ഥ നമുക്കില്ല, നമ്മളെല്ലാം ശവമാകും. അപ്പോൾ വായുവിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ പ്രാണൻ, ഈ വായുവിലൂടെ ഉണ്ടായ പ്രാണൻ്റെ രക്ഷ, ഇതെല്ലാം തന്നെ സാധിച്ചേരുന്ന ഹനുമാൻ എന്ന് പറയുന്നത് ബലമാണ്. എൻ്റെ മാന്ത്രികമായിട്ടുള്ള സാധനാ സമ്പ്രദായത്തിൽ ഹനുമാനെ ഞാൻ ഉപാസിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഉപചാരം പഠിച്ചിട്ടുള്ളത് ബലം ധേജിതനുഷ്ണോ ബലമിന്ദ്രോത്സരായി എന്ന് തുടങ്ങുന്ന ബലം 4 4 പാദങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ബലം എന്ന് പറയുന്നത് എന്താ? പ്രാണായാമം ബലം എന്ന് കൃഷ്ണനും ഉദ്ധവനോട് ഏകാശസ്കന്ധം ഭാഗവത്തിൽ പറയുന്നുണ്ട്. ബലം എന്ന് പറയുന്ന ഹനുമാൻ്റേതായിട്ടുള്ള അനുഗ്രഹം കൊണ്ടാണ്. എന്താ കാരണം? അദ്ദേഹം വായുപുത്രനാണ്. അപ്പോൾ നിങ്ങൾക്കും നമുക്കും എല്ലാവർക്കും തന്നെ ആരോഗ്യം എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാകണമെങ്കിൽ ബലം എന്ന് പറയുന്ന കായിക ബലം മാത്രമല്ല, മാനസിക ബലവും ബൗദ്ധിക ബലവും എല്ലാ തരത്തിലുള്ള ബലവും നമുക്കുണ്ടാകണമെങ്കിൽ വായുവിനെ നമ്മൾ ജയിച്ചേ മതി വരൂ, ജിതശ്വാസനായേ മതി വരൂ. പ്രാണായാമാദികളിലൂടെ ശക്തമായിട്ടുള്ളൊരു ഭാവം നമ്മൾ ഉണ്ടാക്കിയെടുത്തേ മതിയാവൂ. ഇതാണ് വായുപുത്രൻ, അതാണ് ഹനുമാൻ. അപ്പോൾ ഹനുമാനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. ഇതും രാമമന്ത്രത്തിൽ ആകൃഷ്ടനായിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. രാമമന്ത്രത്തിൻ്റെ മഹത്വമെല്ലാം തന്നെ സാക്ഷാത്കരിച്ചുകൊണ്ട് സേതു ചാടിക്കടന്നവനാണ്. രാമമന്ത്രം ചുണ്ടിലുള്ളത് കൊണ്ടും രാമൻ കൊടുത്ത അങ്കുലിയും ശിരസിലുള്ളത് കൊണ്ടും സീതാദേവിയെ കാണുമെന്ന് ദൃഢനിശ്ചയം ചെയ്ത് ആ സേതുവിനെ പറന്ന് ചാടി അക്കരെ കടന്നവനാണ്. എന്നാലോചിച്ച് നോക്കൂ. ലങ്കയെ മർദ്ദിച്ചവനാണ്. ലങ്കയെ മർദ്ദിക്കുകയും ലങ്കയെ ഇത്തരത്തിൽ ദഹിപ്പിക്കുകയും ചെയ്ത അതുല്യമതിയായിരിക്കുന്നൊരു വ്യക്തിയാണ് ഇദ്ദേഹമാണ് നേരത്തെ പറഞ്ഞ് ആ ഇന്ദ്രനെയെല്ലാം തന്നെ തോൽപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന രാവണപുത്രന് കീഴ്പ്പെട്ട് അല്പനേരം കിടന്നു കൊടുത്തതും അനവധി അസുരന്മാരെ രാക്ഷസന്മാരെയെല്ലാം തന്നെ നിഗ്രഹിച്ചതും ഇദ്ദേഹം തന്നെയാണ്. അത്ഭുതകരമായിട്ടുള്ള കാല കൃത്യങ്ങളും ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ സ്മരിക്കേണ്ടത് ഈ രാവണാദികളുടെ എല്ലാം തന്നെ താണ്ഡവം, അത് ഈ കവികുലത്തെ മുഴുവൻ ഇല്ലാതെയാക്കിയും അവരെ കൊന്നു. ആ സന്ദർഭത്തിൽ ജാമ്പവാൻ ചോദിക്കുന്നത് എന്താ? നമ്മുടെ ഹനുമാനിക്കൂട്ടത്തിൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ചോദിക്കുന്നത് വിഭീഷണനോടാണ്. അപ്പോൾ ചിരഞ്ജീവിയായിരിക്കുന്ന വിഭീഷണനും ചിരഞ്ജീവിയായിരിക്കുന്ന ഈ പറയുന്ന ജാമ്പവാനും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് അദ്ദേഹത്തെ കണ്ടുപിടിച്ച് പറയുകയാണ്, ഇവരെ രക്ഷിക്കാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഹിമാലയ സാനുക്കളിലുള്ള സഞ്ജീവനി എന്ന് പറയുന്ന ഔഷധം കൊണ്ടുവന്നേ മതിയാകൂ എന്ന്. അവിടെയും വാസ്തവത്തെ പ്രതീകാത്മകമായിരിക്കുന്ന സഞ്ജീവനി പ്രയോഗം, സഞ്ജീവനി ഇങ്ങനെ സമ്യക്കായിട്ട് ജീവിപ്പിക്കുന്നത്, ചത്തേനെയെല്ലാം തന്നെ ഇങ്ങനെ ഉയർപ്പിക്കുന്നത്, അഥവാ അദ്ദേഹത്തിൽ ജീവൻ പകർന്നു കൊടുക്കുന്നത് ആരുടെ ശക്തിയാണ്? മരുന്നിൻ്റെയും മന്ത്രത്തിൻ്റേതാണെന്ന് ഞാൻ പറയുന്നില്ല, ഹനുമാൻ്റേതാണ്. ഹനുമാനുണ്ടെങ്കിൽ ഇവർ മരിച്ചു കിടക്കുന്നവർ ചാടി എഴുന്നേൽക്കുമെന്ന് പറയുന്നതിൽ നിന്ന് ആ വായുപുത്രൻ്റെ സാന്നിധ്യം കൊണ്ട് ഇവർക്കെല്ലാം തന്നെ ജീവൻ കരഗതമാകുമെന്നല്ലേ? എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല നമ്മുടെ സംസ്കാരം? എന്തുകൊണ്ട് നമ്മുടെ ആൾക്കാർ അത്തരത്തിൽ ചിന്തിക്കുന്നില്ല? ഹനുമാൻ എന്ന് പറഞ്ഞാൽ വിഗ്രഹം മെനഞ്ഞെടുത്ത് അങ്ങനെ അതോ ഇതൊക്കെ കാട്ടിക്കൊണ്ട് പൂജിക്കാനുള്ളൊരു വിഗ്രഹമല്ല.
അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉണ്ട് എങ്കിൽ പ്രാണൻ സജീവമായിരിക്കും, മരണം വാസ്തവത്തിൽ ഇല്ല എന്ന് പറയാൻ എന്തേ നമുക്ക് തൻ്റെ ഇടമില്ലാത്തത്? അത്തരത്തിൽ സജീവനി എന്ന് പറയുന്നത് അദ്ദേഹം തന്നെയാണെന്ന് എന്താ പറയാൻ സാധിക്കാത്തത്? അദ്ദേഹം എങ്ങോട്ടും പോയില്ല എന്ന് പ്രഖ്യാപിക്കാൻ എന്തേ നമുക്ക് സാധിക്കാത്തത്? ഈ ലങ്കയിൽ നിന്ന് ചാടി ഓടി ഹിമാലയത്തിൽ ചെന്നിട്ട് മരുന്ന് കാണാതെ വന്നപ്പോൾ മലകൂടി പൊക്കിക്കൊണ്ടിങ്ങനെ പോകുന്നു എന്ന് കഥയെല്ലാം തന്നെ ഉണ്ടാക്കുമ്പോൾ അതൊന്നുമല്ല ഇദ്ദേഹം എന്ന് പറയാൻ എന്തേ നമുക്ക് സാധിക്കാത്തത്? രാമമന്ത്രത്തിൻ്റെ മഹാത്മ്യം കൊണ്ട് എല്ലാത്തരം അത്ഭുതകൃത്യങ്ങളും ചെയ്യാൻ കഴിയുള്ളവൻ അസാധ്യ സാധകസ്വാമിന് അസാധ്യം തവകിംവത രാമദൂത കൃപാസിന്ധോ മത് കാര്യം സാധയ പ്രഭോ എന്ന് അദ്ദേഹത്തോട് പറയുമ്പോൾ അസാധ്യമായിട്ടുള്ള ഇദ്ദേഹത്തിനില്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഹിം. അപ്പോൾ അത്തരത്തിൽ ശക്തനായിരിക്കുന്ന ഈ വ്യക്തിയെ അല്ലെങ്കിൽ ഈശ്വരഭാവത്തെ, ആ മൂർത്തിഭേദത്തെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ സങ്കല്പത്തെ നമ്മൾ എന്തേ അതേ രീതിയിൽ കാണാത്തത്? അദ്ദേഹത്തോടാണ് ഇനി പറയുന്നത്. അതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം നിർത്താം. ഹനുമാനുമായിട്ടുള്ള സംവാദമാണ് തുടക്കത്തിലെ തന്നെ ഇട്ടുകൊടുക്കുന്നത്. പാർവതി പരമേശ്വരന്മാരുടെ സംവാദത്തിൽ അതാ വരുന്നു. മന്ദഹാസവും പൂണ്ട സീതയോടരുൾ ചെയ്തു, സുന്ദരരൂപേ ഹനുമാന നീ കണ്ടായല്ലേ, നിന്നിലും എന്നിലും ഉണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ള ഒരു ഭക്തിനാഥേ. ഭക്തി എങ്ങനെയായിരിക്കണം? ഭക്തി എന്ന് പറയുന്നത് അകൈതവം, അഹൈതുകം, അതുപോലെ അനന്യം, അതമ്യം എന്തെല്ലാം വാക്കുകളാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ആ ഭക്തിയെപ്പറ്റി നാരദർ ഭക്തിസൂത്രത്തിൽ പറഞ്ഞ് എവിടം വരേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രതീകമാണ് ഈ പറയുന്ന നാരദൻ, ഭക്തിയുടെ പ്രതീകമാണ്. അപ്പം ഇത്തരത്തിൽ അഭേദമായിട്ടുള്ളൊരു ഭക്തിയുള്ളൊരു വ്യക്തിത്വത്തെ നമുക്ക് കാണാൻ കഴിയില്ല എന്ന് രാമൻ സീതയോട് പറയുകയാണ് പട്ടാഭിഷേക സന്ദർഭത്തിലാണ്. എന്നിട്ട് ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിച്ച് ഒന്നിലും ഒരു നേരം ആശയമില്ലയല്ലോ. പരമാത്മാവിനെ പറ്റി അറിയണമെന്നുള്ള ചിന്തയല്ലാതെ ഹനുമാന് മറ്റൊരു ചിന്തയില്ല എന്ന്. രാമഭക്തനായിരിക്കുന്ന ഇദ്ദേഹം രാമനെ പരമാത്മാവായിട്ടാണ് കാണുന്നത്. അത് വിട്ടിട്ടൊരു ചിന്ത ഇദ്ദേഹത്തിനില്ല. പരമാത്മാവിനെ അറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രാണധാരണം, അല്ലെങ്കിൽ വായുവിൻ്റെ ധാരണം, അല്ലെങ്കിൽ ശ്വാസ നിയന്ത്രണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യോഗാരൂഢമായിരിക്കുന്ന ഒരവസ്ഥയെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് ഇൻ്റർനാഷണൽ യോഗ ഡേ നമ്മൾ ലോകമെമ്പാടും അനവധി വർഷമായി ഇങ്ങനെ ആചരിച്ചു പോരുന്നത്, അതിലൂടെ വന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു അനുഭവമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഹനുമാനെ പോലെ അല്ലെങ്കിൽ അത്തരത്തിൽ രാമനെ പോലെ ശ്രേഷ്ഠമതികളായിട്ടുള്ള പൂർവ്വസൂരികളെപ്പോലെ യോഗാരൂഢന്മാരായിരുന്നു കൊണ്ട് അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്ന് പ്രഖ്യാപിക്കാൻ തക്ക തൻ്റെ ശരീരം കൊണ്ടുണ്ടാക്കിയെടുക്കലാണ് വിദ്യ. ശരീരത്തെ എന്നിട്ട് തള്ളലാണ് വിദ്യ. ശരീരത്തെ കൊണ്ട് ഉൾക്കൊണ്ട് അതിനെ തള്ളി അത്തരത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിദ്യ, അതാണ് സനാതനധർമ്മത്തിൻ്റെ വിദ്യ. അതിൻ്റെ പ്രതീകമാണ് ഹനുമാൻ. ഇയാൾക്കാണെങ്കിൽ ഒന്നിനോടും വലിയ താല്പര്യമില്ല ഈ പരമാത്മാവിനോടൊഴിച്ച്. നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുൻപനല്ലോ. രാമൻ തന്നെ പറയാണ്, ബ്രഹ്മചാരികളിൽ ആരാണ് മുൻപനായിട്ടുള്ളത്? ഇദ്ദേഹം തന്നെയാണ്. ബ്രഹ്മചര്യം എന്ന് പറയുന്നത് കടുത്ത ആ ദൃഢവ്രതം, ബ്രഹ്മത്തിൽ ചരിക്കുന്ന മാനസ സഞ്ചാരരെയും ബ്രഹ്മണി എന്നെല്ലാം തന്നെ പാടുമ്പോഴും ആ ബ്രഹ്മത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആ മനസ്സിൻ്റെ പ്രത്യേകതയാണ്. അതിലൂടെ തന്നെ നമ്മൾ ലൈംഗിക ലൗകിക എല്ലാത്തരം കാര്യങ്ങളും വിട്ടുപോകും. 24 മണിക്കൂറും നമ്മുടെ മനസ്സ് ബ്രഹ്മത്തിലാണ് ജനിക്കുന്നതെങ്കിൽ അയാളുടെ പേരാണ് ബ്രഹ്മചാരി. അയാൾക്ക് വാസ്തവത്തിൽ ലൈംഗികമായിട്ടുള്ളൊരു വാസനകളും ഉണ്ടാകുകയില്ല. അത്തരത്തിൽ നിത്യബ്രഹ്മചാരിയായിട്ട് ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹനുമാനാണ് എന്ന്. നിർമ്മമൻ ബ്രഹ്മചാരികൾ മുൻപനല്ലോ. കൽമഷം ഇവനേതുമില്ലെന്ന് ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വം ഇവൻ അറിയിക്കണമിപ്പോൾ. ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിന് ദുർലഭം പാത്രമിവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടോ. ഏതായാലും രാമരാവണ യുദ്ധം കഴിഞ്ഞ് രാവണ നിഗ്രഹം കഴിഞ്ഞ് തിരിച്ചു പോന്ന് എല്ലാ തരത്തിലും ഗംഭീരമായിരിക്കുന്ന പട്ടാഭിഷേകം കഴിഞ്ഞിരിക്കുന്ന വേളയിലാണ് ശക്തനായിരിക്കുന്ന ഹനുമാനെ ചൂണ്ടിക്കൊണ്ട് പാർവതീദേവിയോട് പറയുന്നത് നമ്മുടെ തത്വം എന്നറിയിക്കണമെന്ന്. അപ്പോൾ എന്താണ് രാമതത്വം, അല്ലെങ്കിൽ എന്താണ് വാസ്തവത്തിൽ നമ്മൾ അറിയേണ്ട ആത്മതത്വം, അത് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സീതാദേവിക്ക് ഉപദേശം കൊടുക്കുക, സീതാദേവിയോട് നിർദ്ദേശം കൊടുക്കുകയാണ് രാമൻ. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ രാമായണത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്ന കഥാപാത്രങ്ങൾ ആരുമാകട്ടെ, ഇപ്പോൾ വിഭീഷണനായാൽ പോലും, ജഡായു എന്ന് പറയുന്ന ഭക്ഷ്യശ്രേഷ്ഠനായാൽ പോലും, ഇങ്ങനെ പല പല രീതിയിലുള്ള വ്യക്തികളെ അവിടെ കാണും. ഗുഹൻ എന്ന് പറയുന്ന നിഷാദനായാലും. അപ്പോൾ എല്ലാ തരത്തിലെ അപൂർവ വ്യക്തിത്വങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് നമ്മളിൽ വരേണ്ട മാറ്റമാണ് ഇവിടെ പ്രകീർത്തിക്കപ്പെടുന്നത് എന്ന് ഇവിടെ വെച്ച് നമുക്ക് തൽക്കാലം നിർത്താൻ. കാരണം ഈ രാമായണ മാസം തുറക്കുന്ന ഈ വേളയിൽ
അതിഗംഭീരമായിട്ട് രാമനെ അറിയാൻ വേണ്ടിയുള്ള തുടക്കമാണ് രാമായണ മാസം. രാമായണം മുഴുവൻ വായിച്ച് തീർക്കുക എന്ന് പറയുന്ന ഒരു തൊഴിലല്ല ഇത്. ഒരു ദിവസം കൊണ്ടിങ്ങനെ വായിച്ച് തീർത്തുകൊണ്ട് നമ്മൾ രാമായണം വായിച്ച് ആദ്യം മുതൽ അവസാനം വരേക്ക് പട്ടാഭിഷേകം നടത്തി തീർത്തു എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള അഭിമാനമൊന്നും വേണ്ട. ഓരോ വരികളും ഓരോ പദങ്ങളും അല്ല, ഓരോ രീതിയിലുള്ള കഥകളും കഥാകോളങ്ങളും അതിലൂടെ കടന്നു പോകുമ്പോൾ രസങ്ങളും അതിലെ രഹസ്യങ്ങളുമെല്ലാം തന്നെ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് നമുക്ക് രാമൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൂടുതലായിട്ട് നമുക്ക് പിന്നെ പല സന്ദർഭങ്ങളിലും പറയാൻ ഇടകിട്ടും. ആ രാമതത്വം ഗ്രഹിക്കാനുള്ള സുദിനം ഇതാ എന്ന് കുറിച്ചു. ഏതായാലും കർക്കിടകം 1 എല്ലാ തരത്തിലും കർക്കിടകം എന്ന് പറയുന്ന പുറകോട്ട് കടക്കുന്ന ഞണ്ടിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജീവിയുടെ ഈ പേരോടുകൂടി അറിയപ്പെടുന്ന ഈ മാസം നമ്മൾ പുറകോട്ട് പോകരുത്, മുന്നോട്ട് തന്നെ പോകുന്ന രീതിയിലേക്കാകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ.